കോതമംഗലം ടൗണിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നു. രാത്രിയിലെ തട്ടുകടകൾക്കുൾപ്പെടെ നിയന്ത്രണമുണ്ട്. ബൈപ്പാസ് റോഡുകളിലെ സ്ഥിരം കച്ചവടക്കാരെയും ഒഴിപ്പിച്ചു. ചില കടകൾ മുനിസിപ്പാലിറ്റി തന്നെ പൊളിച്ചു നീക്കുകയാണ് ചെയ്തത്. വാഹന ഗതാഗതത്തിനും പൊതുജനങ്ങൾക്കും തടസ്സമുണ്ടാകുന്നത് കണക്കിലെടുത്താണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. കോതമംഗലം ടൗണിലും ബൈപ്പാസ് ഉൾപ്പെടെയുള്ള മറ്റ് റോഡുകളിലും വഴിയോര കച്ചവടക്കാരുടെ എണ്ണം പെരുകിയിരുന്നു. കോതമംഗലം ടൗണിൽ വൈകുന്നേരം മുതലുള്ള തട്ടുകടകളുടെ പ്രവർത്തനവും പരാതിക്കിടയാക്കുന്ന വിധമായിരുന്നു. വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന അനധികൃത വഴിവാണിഭക്കാരെ ഒഴിപ്പിക്കണമെന്ന് പോലീസും ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റി നടപടിയെടുത്തത്. ബൈപ്പാസ് റോഡിന്റെ ഓരങ്ങളിലുള്ള കച്ചവടക്കാരെയാണ് ആദ്യം ഒഴിപ്പിച്ചത്. ബൈപ്പാസിൽ കുരൂർത്തോടിന്റെ കരയിൽ മീൻ കച്ചവടവും മറ്റ് കച്ചവടങ്ങളും വിലക്കി. മറ്റ് ഭാഗങ്ങളിലും ഒഴിപ്പിക്കൽ നടന്നു. ഉടമകൾ സ്വമേധയാ നീക്കം ചെയ്യാത്ത കടകളും സാമഗ്രികളും മുനിസിപ്പൽ ജീവനക്കാർ നീക്കം ചെയ്തു. ടൗണിലെ തട്ടുകടകൾ വാഹനത്തിരക്ക് കുറഞ്ഞ ശേഷം രാത്രി 8 മണിയോടെ പ്രവർത്തനം തുടങ്ങിയാൽ മതിയെന്നും നിർദ്ദേശം നൽകി. വ്യാപകമായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വഴിയോര കച്ചവടങ്ങൾക്കെതിരെ നടപടിയുണ്ടായതെന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.